അയാൾ തീർന്നെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കും, പക്ഷെ തീരില്ല. ചത്തതുപോലെ കിടക്കും. അയാളുടെ ശവം തിന്നാൻ കഴുകന്മാർ വട്ടം കൂടുമ്പോൾ ആ കഴുകന്മാരുടെ മുഴുവൻ കഴുത്തറുത്ത് ചോര കുടിക്കുന്ന ചെകുത്താനെ പോലെ അയാൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ 20 വർഷത്തിലേറെയായിട്ട് ലോക ഫുട്ബോൾ ആരാധകർക്ക് മുന്നിൽ ഇതേ മാന്ത്രിക വിദ്യ നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹൂസ്റ്റണിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആളിക്കത്തുന്നത് ക്രിസ്ത്യാനോയെ അറിയുന്നവർക്ക് എല്ലാവർക്കും പ്രതീക്ഷിച്ച കാര്യം തന്നെയായിരുന്നു. എപ്പോഴൊക്കെ വിമർശകർ അയാളെ വട്ടം കൂടി കൊത്തിപ്പറിക്കാൻ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം അസാമാന്യവും അമാനുഷികവുമായ പ്രകടനം കൊണ്ട് അവരുടെ വായകൾ അടപ്പിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഹൂസ്റ്റണിൽ ഇത്തരത്തിലൊരു തിരിച്ചുവരവ് ക്രിസ്ത്യാനോയുടെ ആരാധകർ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ വെല്ലുവിളികൾ നേരിട്ട് തുടങ്ങിയ ഒരു മനുഷ്യൻ പിന്നീട് ഈ 4 കോമാളികളുടെ കുത്തിപ്പറിക്കലുകൾക്ക് മുന്നിൽ തളർന്നു പോകുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ ആ കരുതലുകൾ മുഴുവൻ തെറ്റാണ്. ഈ മനുഷ്യൻ പോർച്ചുഗീസ് ഫുട്ബോളിന് പുതിയ മാനങ്ങളും പുതിയ മാനദണ്ഡങ്ങളും പകർന്നു നൽകാൻ വന്നവനാണ്. ഇയാളുള്ള കാലത്തോളം അവരെ എഴുതിത്തള്ളാൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്ക് വിമർശനത്തിന്റെ വാറോലകൾ എത്ര വേണമെങ്കിലും അയാൾക്ക് നേരെ ഉപയോഗിക്കാം. പക്ഷേ അയാളുടെ ഉയർത്തെഴുന്നേൽപ്പ് വരെ മാത്രമേ അതിനൊക്കെ ആയുസുള്ളൂ. കാലങ്ങളായി വിമർശകരുടെ വായടപ്പിക്കുന്ന ശീലം അയാൾക്കുള്ളതാണ്. അപമാനത്തിനും ആക്ഷേപത്തിനും തൊട്ടടുത്ത ദിവസം മറുപടി നൽകിയിൽ അപമാനത്തിനും പിന്നിൽ നിന്നുള്ള കുത്തുകൾക്കും ചതികൾക്കും തൊട്ടടുത്ത ദിവസം തന്നെ മറുപടി നൽകാതിരിക്കണമെങ്കിൽ അയാളുടെ പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നല്ലാതിരിക്കണം. ക്രിസ്ത്യാനോ ഇങ്ങനെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന കാലത്തോളം അയാളുടെ ആരാധകർക്ക് നാണം കെടേണ്ടി വരില്ല. അഥവാ തെല്ലൊന്ന് തല കുനിക്കേണ്ടി വന്നാൽ ഉറപ്പിച്ചുകൊള്ളൂ, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ്. അപമാനത്തിന്റെ തീച്ചുളയിൽ നിന്നും അഹങ്കാരത്തിന്റെ സെനിത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ അണ്ണനെ കൊണ്ട് കഴിയും. ഹൂസ്റ്റൺ അയാൾ കത്തിക്കുമെന്ന് ഉറപ്പായിരുന്നു, കത്തിച്ചു. ഇത് മുടിവല്ല, ഇത് താൻ ആരംഭം.